91 വർഷം ജീവിതം. അതിൽ 44 കൊല്ലവും MDയുടെ ജീവിത കലാമണ്ഡലം സരസ്വതി ടീച്ചർക്കൊപ്പമായിരുന്നു. സാധാരണ ഭാര്യ ഭർത്തൃ ബന്ധങ്ങൾക്കിടയിലെ ചോദ്യം ചെയ്യലുകളോ കുറ്റപ്പെടുത്തലുകളോ ഇല്ലാത്ത പരസ്പരം പിന്തുണച്ച് വളർന്നുകൊണ്ടിരുന്ന രണ്ടുപേർ. അതായിരുന്നു MD വാസുദേവൻ നായരും കലാമണ്ഡലം സരസ്വതി ടീച്ചറും. 4.5 പതിറ്റാണ്ടോളം നീണ്ട ദാമ്പത്യ ജീവിതത്തിന് ഇന്നലെ തിരശ്ശീല വീണപ്പോൾ സരസ്വതി ടീച്ചറുടെ മനസ്സ് ശൂന്യമാണ്. അപ്രതീക്ഷിതമായി അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതും അതിനുശേഷം ഇന്നലെയോളമുള്ള ജീവിത നിമിഷങ്ങളെല്ലാം മനസ്സിലേക്ക് ഓർമ്മകളായി തിരിച്ചെത്തുമ്പോൾ സന്തോഷകരമായ ഒരു ജീവിതം സമ്മാനിച്ചതിനുള്ള നന്ദി മാത്രമേ സരസ്വതി ടീച്ചർക്ക് പറയാനുള്ളൂ. പാചക വിദഗ്ധനായ അച്ഛൻ സുബ്രഹ്മണ്യ അയ്യർക്കും അമ്മ മീനാക്ഷി അമ്മാൾക്കും 3 കൂടപ്പിറപ്പുകൾക്കുമൊപ്പം പാലക്കാട്ട് നിന്നാണ് സരസ്വതി ടീച്ചർ കോഴിക്കോട്ടേക്ക് എത്തിയത്. അന്ന് വെറും 50 ദിവസം മാത്രമായിരുന്നു പ്രായം. അച്ഛനായിരുന്നു സരസ്വതി നൃത്ത പഠനത്തിന് അയച്ചത്. അങ്ങനെ 10ാം വയസ്സിൽ കലാമണ്ഡലത്തിലെത്തി. 1-2 ദിവസങ്ങൾ കൊണ്ട് തന്നെ പുതിയ സാഹചര്യവുമായി പൊരുത്തപ്പെട്ടു. അങ്ങനെ 5 വർഷത്തെ ചിട്ടയായ നൃത്തപഠനം. 1ാം റാങ്കും നേടി നൃത്തപഠനം കഴിഞ്ഞ് തിരികെ വീട്ടിലെത്തിയപ്പോഴേക്കും അച്ഛൻ അവശനായിരുന്നു. അങ്ങനെ 16ാം വയസ്സ് മുതൽ നൃത്തം പഠിപ്പിക്കാൻ തുടങ്ങി. അച്ഛൻ്റെ മരണശേഷം വീട്ടിലെ ബാധ്യതകൾ ഏറ്റെടുത്തു. സഹോദരങ്ങളുടെ പഠനവും വീട്ടിലെ കാര്യങ്ങളുമെല്ലാം സരസ്വതിയുടെ കൂടി ഉത്തരവാദിത്തമായിരുന്നു. അതിന് സഹായിച്ചത് നൃത്ത അധ്യാപികയായി മാറിയതോടുകൂടിയായിരുന്നു. അങ്ങനെയായിരുന്നു MDയുടെ മകൾ സിത്താരയെയും നൃത്തം പഠിപ്പിക്കുവാൻ സരസ്വതി കോഴിക്കോട്ടെ വീട്ടിലേക്ക് എത്തിയത്. MD വാസുദേവൻ നായരുടെ ആദ്യ വിവാഹത്തിലെ മകളായിരുന്നു പാപ്പ എന്ന് വിളിച്ചിരുന്ന സിത്താര. അന്ന് ആദ്യമായി സരസ്വതി സിത്താരയെ കാണുമ്പോൾ അച്ഛൻ്റെ മടിയിലിരിക്കുന്ന ഗൗരവക്കാരിയായ കുട്ടിയായിരുന്നു അവൾ. മകളെ നൃത്തം പഠിപ്പിച്ചു മടങ്ങിയ സരസ്വതിയെ തേടിയാണ് അദ്ദേഹത്തിൻ്റെ വിവാഹമോചനത്തിന് പിന്നാലെ കുണ്ടൂപ്പറമ്പ് ശ്രീധരൻ മാസ്റ്റർ വിവാഹ ആലോചനയുമായി എത്തിയത്. അന്ന് 26-കാരിയായിരുന്നു സരസ്വതി ടീച്ചർ. നന്നായി ആലോചിച്ച് തീരുമാനമെടുക്കണമെന്നായിരുന്നു എല്ലാവരും പറഞ്ഞത്. അങ്ങനെ വിവാഹം കഴിക്കാൻ തീരുമാനമെടുത്തപ്പോൾ 2 ആവശ്യങ്ങളാണ് സരസ്വതി ടീച്ചർ മുന്നോട്ട് വെച്ചത്. MDയുടെ തറവാട് ക്ഷേത്രമായ കൊടിക്കുന്നത്ത് ഭഗവതിയുടെ സമക്ഷത്തിലാവണം വിവാഹം. രണ്ടാമത്തേത് MDയോടൊപ്പം അദ്ദേഹത്തിൻ്റെ തറവാട്ടിൽ കയറി ഏട്ടന്മാരെ വണങ്ങി അനുഗ്രഹം വാങ്ങണം. ഉച്ചത്തെ ഊണ് സാധിക്കുമെങ്കിൽ അവിടെ നിന്ന് കഴിക്കണം. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ പിന്തുണ വേണമെന്ന് മാത്രമായിരുന്നു സരസ്വതി ടീച്ചർ ആഗ്രഹിച്ചത്. അങ്ങനെ ആവശ്യങ്ങളെല്ലാം അംഗീകരിച്ച് വിവാഹം കഴിച്ചു. ഏട്ടന്മാരോട് MD തന്നെ വിളിച്ചു കാര്യം പറഞ്ഞു. അവർ പൂർണ്ണമായും സഹകരിച്ചു. വിവാഹത്തിന് മുൻപ് നൃത്തവും പരിശീലനവും പഠനവും ഒക്കെയായി എങ്ങനെയാണോ സരസ്വതി ടീച്ചർ കരിയറുമായി ഓടി നടന്നിരുന്നത്, അത് വിവാഹശേഷവും തുടരാൻ സാധിച്ചതിനും കുറച്ചുകൂടി മെച്ചപ്പെട്ട ജീവിത സൗകര്യങ്ങൾ ലഭിച്ചതും MDയുടെ നിസ്വാർത്ഥ സഹകരണമുണ്ട്. വൈകാതെ തന്നെ ഇവർക്കൊരു മകളും ജനിച്ചു, വാവ എന്ന് വിളിക്കുന്ന അശ്വതി. അപ്പോഴേക്കും സിത്താര പഠനത്തിനായി വിദേശത്തേക്ക് പോയിരുന്നു. ഉപരിപഠനമെല്ലാം US-ലായിരുന്നു. പഠനം കഴിഞ്ഞപ്പോൾ ഒപ്പം പഠിച്ചിരുന്ന പൂനെ സ്വദേശി സജ്ജിയെ വിവാഹം കഴിച്ചു. കോഴിക്കോട് വെച്ച് വിവാഹ റിസപ്ഷനും ഉണ്ടായിരുന്നു. ആ റിസപ്ഷന് 11 വയസ്സുള്ള മകൾ അശ്വതിയെയും കൂട്ടിയാണ് MD പോയത്. റിസപ്ഷൻ കഴിഞ്ഞ് അധികം വൈകാതെ മടങ്ങിയെത്തിയ MDയോട് യാതൊന്നും സരസ്വതി ടീച്ചർ ചോദിച്ചില്ല. അദ്ദേഹമൊന്നും പറഞ്ഞതുമില്ല. അങ്ങനെയായിരുന്നു. പറയാനുള്ള കാര്യമാണെങ്കിൽ അറിയേണ്ടതാണെങ്കിൽ പറയും. അല്ലാത്ത പക്ഷം എന്താണെന്നോ ഏതാണെന്നോ 2 പേരും പരസ്പരം ചോദിക്കാൻ പോലും പോകാറില്ല. അതായിരുന്നു ആ ദാമ്പത്യത്തിൻ്റെ അടിത്തറ.